മറ്റ് 2 പ്രോഗ്രാമുകൾ കഴിഞ്ഞ് ഇവിടെ വന്ന് ഈ സ്നേഹ കൂട്ടായ്മയിൽ പങ്കുചേർന്ന് പോകണമെന്ന് ആഗ്രഹിച്ച് ഞാനും വർഗീസ് അച്ഛനോട് വേറെ 1-2 പേരോട് ഇവിടെ വന്നു ചേർന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും പന്ന്യ വി സി യോഹന്നാൻ റമ്പാച്ചൻ്റെ അതുപോലെ തന്നെ പാറക്കലച്ചൻ്റെയും ഒക്കെ അക്ഷീണമായ പരിശ്രമവും അതോടൊപ്പം അവരുടെ മധ്യസ്ഥതയുമൊക്കെയാണ് ഇതുപോലെ ഒരു കൂട്ടായ്മ അനേക ദൈവസന്നിധിയിലേക്ക് തിന്മയുടെ അനുഭവത്തിൽ നന്മയുടെ അനുഭവത്തിലേക്ക് നയിക്കപ്പെടുവാനായിട്ടിടയാകുന്നത്. പന്ന്യ വി സി യോഹന്നാൻ റമ്പാച്ചനെയും പാറക്കലച്ചനെയും അനുസ്മരിക്കുമ്പോൾ പന്ന്യ വി സി യോഹന്നാൻ റമ്പാച്ചന് ശേഷം അദ്ദേഹം പ്രവർത്തിച്ച മേഖലകളിലൊക്കെ ചെന്നെത്തുമ്പോഴാണ് നാനാജാതി മതസ്ഥർക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹവും കരുതലും ബഹുമാനവും കാണുവാനായിട്ട് ഇടയായത്. പ്രത്യേകിച്ച് മുസ്ലിംസും ഹിന്ദുക്കളുമൊക്കെ ഇപ്പോഴും അദ്ദേഹത്തെ കുറിച്ച് ഓർമ്മിക്കുന്നത് ഒരു ദൈവത്തെ കാണുന്നത് പോലെയാണ്. പരീക്കുട്ടി ഹാജി എന്ന് പറയുന്ന 97 വയസ്സുള്ള ഒരു ഓർഫനേജ് അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള ഒരാളുടെ വീട്ടിൽ ചെന്നപ്പോൾ എപ്പോൾ ആ ഭവനത്തിൽ ചെന്നാലും മുസ്ലിമിൻ്റെ ഭവനത്തിൽ പ്രാർത്ഥിക്കാതെ അവർ റമ്പാച്ചനെ വിടുക. അങ്ങനെ ആ പരിശുദ്ധനായ കാപ്പാട് തിരുമേനിയുടെ ആത്മാവിൻ്റെ ഒരു പങ്ക് എപ്പോഴും പന്ന്യ വി സി യോഹന്നാൻ റമ്പാച്ചനോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മദ്യ വിമുക്ത പ്രസ്ഥാനത്തിലും മദ്യവർജന പ്രസ്ഥാനത്തിലും ഒക്കെ നല്ല സംഭാവനകൾ നൽകാനും ജീവിതം മുഴുവൻ അതിനുവേണ്ടി ഒഴിഞ്ഞു വെക്കുവാനും ഒക്കെ ഇടയായത്. പ്രത്യേകിച്ച് പന്ന്യ വി സി യോഹന്നാൻ റമ്പാച്ചന് ശേഷം പമ്പാടി ദേറായിൽ വന്ന് എന്നോടും ഈ പ്രസ്ഥാനങ്ങളിലൊക്കെ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ റമ്പാച്ചൻ ഒരു മഹാത്മാവായിരുന്നു. എൻ്റെ ബലഹീനത കൊണ്ട് കുറവ് കൊണ്ടാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിനോട് പ്രവർത്തിക്കാൻ, എല്ലാം കൂടെ ചെയ്താൽ ഒന്നുമല്ലാത്ത അവസ്ഥ വരും. അതുകൊണ്ട് ഏതൊക്കെ തിരഞ്ഞെടുക്കണമെന്ന് ചിന്തിച്ച നിമിഷത്തിൽ ഓർഫനേജും അതുപോലെയുള്ള കാര്യങ്ങൾ കൂടുതൽ ഒരു ദൈവനിയോഗം പോലെ, ഒരു സത്യത്തിൽ ഒരു വെളിപാട് പോലെ, ഓർഫനേജിൻ്റെ കാര്യമാണോ മദ്യത്തിൻ്റെ കാര്യമാണോ, ഇത് ഓരോ കാര്യങ്ങൾ ചിന്തിച്ചപ്പോൾ ഒരു മയക്കത്തിൽ പെട്ടെന്ന് ഒരു സ്വപ്നം കാണാനായിട്ടിടയായി. അതുകൊണ്ടാണ് ഓർഫനേജിൻ്റെ കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ടിടയായി. അതുകൊണ്ടൊന്ന് പങ്കുവയ്ക്കുകയാണ്. ഒരു ഓമും ഒരു കുരിശും അതോടൊപ്പം ഒരു ചന്ദ്രക്കൊലയും കൂടെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് ഇവർ എൻ്റെ മക്കളാണ് എന്നൊരു വാക്ക്, ഇവർ ഞങ്ങളുടെ മക്കളാണെന്നോ എൻ്റെ മക്കളാണെന്നോ ഞാൻ ശരിക്കും ഓർക്കുന്നില്ല. അതുകൊണ്ടാണ് ഓർഫനേജിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കാനായിട്ടിടയായത്. എല്ലാം കൂടെ വന്നാൽ വഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് അതുകൊണ്ട് ഞാനിവിടെ ഓർപ്പിക്കുകയാണ്. ആ ഒരു ദർശനം എന്നെ വളരെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രവർത്തനം ആ ഒരു നിലയിലാകണം കൂടുതലായിട്ട്. പ്രത്യേകിച്ച് മാമൻ സാറിനോട് പല സന്ദർഭങ്ങളിൽ ഞാൻ ഓർപ്പിച്ചിട്ടുണ്ട്. പമ്പാടിയുടെ പ്രദേശങ്ങളിൽ, മീന പ്രദേശങ്ങളിലൊക്കെ ഒത്തിരി മദ്യപാന രോഗികളുണ്ട്. അവരുടെ ആ പ്രദേശത്തുകൂടെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് കൊണ്ടുവരാനും അതോടൊപ്പം തന്നെ എയുടെ ഒരു മീറ്റിംഗ്, ആൽക്കഹോളിക് അനോണിമസിൻ്റെ ഒരു മീറ്റിംഗ് ആശാകിരണിൽ നടത്താനായിട്ട് ആഗ്രഹമുണ്ടെന്ന് ഞാൻ ബഹുമാനപ്പെട്ട വാഴക്കലേശ്വരനോട് പറഞ്ഞു. പമ്പാടി ധാരാളമനുബന്ധിച്ചുള്ള എല്ലാ മീറ്റിങ്ങുകളും അവിടെ വെച്ച് നടത്താനും ഇതുപോലെയുള്ള ഒരു അനുഭവം അവിടെ ഉണ്ടാകും. പ്രത്യേകിച്ച് അഭിവൃദ്ധി തിരുവനന്തപുരത്തുണ്ട് വളരെയധികം ഇൻട്രസ്റ്റഡ് ആണ് ഈ കാര്യത്തിൽ. അതുകൊണ്ട് തിരുവേനിയുടെ അനുവാദത്തോടെ ആ ഒരു ക്രമീകരണം അവിടെ ചെയ്യാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അവിടെയും ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. അതോടൊപ്പം വന്നിയ PC ജോർജ് സാറ് ഈ മീറ്റിങ്ങുകളിലൊക്കെ പ്രസംഗിച്ച ഒരു പ്രസംഗം എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ കേട്ടതും കൂടെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. PC ജോർജ് സാറ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഞാനതൊരു കൊച്ചുകുട്ടിയായിരുന്നു. ഇതുപോലെ ഒരു മീറ്റിങ്ങിൽ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, റാന്നിയിലുണ്ടായ ഒരു സംഭവം. പൂർണ്ണ മദ്യപാനിയായ ഒരു ഭർത്താവ്, അദ്ദേഹത്തിൻ്റെ ഒരു ഹോബി ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും അന്ന് സ്വന്തം വീടിന് ചുറ്റുപാടുള്ള കൊന്നപ്പത്തലിൽ നിന്ന് ഒരു കൊന്നപ്പത്തൽ വെട്ടി ഭാര്യയും മക്കളെ അടിക്കുന്ന ഒരു സ്വഭാവം. ഒരു 1.5 വർഷക്കാലം സ്നേഹനിധിയായ ഭാര്യ ഇത് സഹിക്കാനായിട്ടിടയായി. എന്നാൽ ഒരു ദിവസം അദ്ദേഹം മദ്യപാനം കഴിഞ്ഞ് വന്ന് വീട്ടിൽ വെട്ടുകത്തി
എടുത്തോണ്ട് പോയി കൊന്നപ്പത്തിൽ വെട്ടി. കൊന്നപ്പത്തിനൊരു പ്രത്യേകത, 1-2 അടിച്ച് കഴിയുമ്പോൾ അതങ്ങ് പൊട്ടിച്ചെതറി പോവും. 1-2 അടി സഹിച്ചാൽ മതി. അന്ന് നോക്കിയപ്പോൾ വെട്ടുകത്തി കണ്ടില്ല. എവിടെയാ വെട്ടുകത്തി എന്ന് ചോദിച്ചപ്പോൾ ആ സ്നേഹനിധിയായ ഭാര്യ ഒന്ന് അല്പം പരിങ്ങളോടെ പറഞ്ഞു, അച്ചായൻ എല്ലാ ദിവസവും കൊന്നപ്പത്തിൽ വെട്ടാൻ പോകുന്ന കൊന്നയുടെ മൂട്ടിൽ 2 പാമ്പുകൾ ഇണ ചേർന്ന് കിടക്കുന്നത് കണ്ടു. അതുകൊണ്ട് ഇന്ന് അടിക്കാനുള്ള കൊന്നപ്പത്തില് വേറൊരു കൊന്നയിൽ നിന്ന് ഞാൻ വെട്ടിവെച്ചിട്ടുണ്ട്. ആ കൊന്നപ്പത്തിൽ ഇതാ എന്ന് പറഞ്ഞ് മുക്കുടിയനായ അർത്ഥപ്രാണനായ അല്ലെങ്കിൽ അർത്ഥബോധം ആർത്ഥമുള്ള ആ മനുഷ്യന് നേരെ ആ കൊന്നപ്പത്തിൽ നീട്ടാനായിട്ട് ഇടയായി. ഇത് നടന്ന സംഭവമായിട്ടാണ് VC ജോർജ് സാർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ആ മനുഷ്യൻ അല്പസമയം സ്വന്തം ഭാര്യയെ നോക്കിയിട്ട് പെട്ടെന്ന് ആ ഭാര്യയുടെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു, മകളെ ഇനി ഞാൻ കുടിക്കുകയില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം നല്ല ബോധം വന്നപ്പോൾ ഭാര്യയോടും മക്കളോടും വളരെയധികം ക്ഷമ ചോദിക്കാനും, ഇന്നും മാർത്തോമാസഭയിലെ ഒരു അംഗമാണ്, 2 മക്കളോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്നുവെന്ന് ജോർജ് സാറ് വർഷങ്ങൾക്ക് മുൻപ്, ഒരു 10-25 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ ആ വാക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ പല പ്രസംഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. മദ്യപാനം കർത്താവ് ക്രൂശിൽ കാണിച്ച സ്നേഹം കൊണ്ട് മാത്രമേ വിജയിക്കാനായിട്ടൊക്കെയുള്ളൂ. അത് അന്ന് അദ്ദേഹം പറഞ്ഞ അൺകണ്ടീഷണൽ ലവ് ഉണ്ടായിരിക്കണം. ഇതൊരു രോഗമായി മനസ്സിലാക്കി അതിനെ ഉൾക്കൊള്ളുവാൻ, തന്നെ അടിക്കുവാനുള്ള, വടി നീട്ടാനുള്ള നല്ല മനസ്സും കഷ്ടത അനുഭവിക്കാനുള്ള ഒരു സഹന മനോഭാവം ഉണ്ടെങ്കിൽ നമുക്ക് മദ്യപാനത്തെ അല്ല, ലോകത്തിലെ ഏത് തിന്മയെയും അതിജീവിക്കുവാനായിട്ട് കഴിയുമെന്ന് വന്യ VC ജോർജ് സാറിൻ്റെ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നു. 2 വാക്കുകൾ ചുരുക്കുകയാണ്. പാമ്പാടി പ്രദേശത്തും മീറട് പ്രദേശത്തുമുള്ള എല്ലാ മദ്യപാന രോഗികളെയും അഭിമന്യ തിരുമനസിന്റെ അനുവാദത്തോടെ ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരാൻ, അവിടെയും ഇതുപോലെ വലിയൊരു കൂട്ടായ്മ ഉണ്ടാക്കുവാൻ, അങ്ങനെ നമ്മുടെ ഭദ്രാസനത്തിൽ എല്ലാ മേഖലകളിലും ഈ ഒരു ആത്മീയമായ പ്രവർത്തനം, സ്നേഹം കൂട്ടായ്മ വർദ്ധിക്കുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ഇപ്പോൾ ഒരു അവസരം തന്നതിൽ ദൈവത്തെ മാറ്റപ്പെടുത്തിക്കൊണ്ട് അഭിമന്യ തിരുമനസിനോടും പാടിക്കളച്ചനോടും അവൻ സാറിനോടും ഒക്കെ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും